ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേദിക് പ്രോക്സ്. തുടരും. കണ്ട് ഇപ്പോ എത്തിയതേ ഉള്ളൂ. ആ സിനിമയുടെ ഹാങ് ഓവറിൽ നിന്ന് ഞാൻ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ അവസാനം വിന്റേജ് ലാലേട്ടൻ അവതരിച്ചു. പലരും തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ ആ ലാലേട്ടനെ അവസാനം ഒരു തരുൺ മൂർത്തി വേണ്ടി വന്നു തിരിച്ചു കൊണ്ടുവരാൻ. ആ തോള് ചേച്ചുള്ളൊരു നടത്തുണ്ട് മോനെ, ഗൂസ് ബംസ് ആണ്, ഗൂസ് ബംസ്. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ പ്ലസ് ത്രില്ലർ റോണറിലുള്ളതാണ്. ലാലേട്ടനും കുടുംബവും തമ്മിലുള്ള കൊച്ചു കൊച്ചു തമാശകളിലൂടെയും ഫാമിലി മൊമെന്റ്സിലൂടെയുമൊക്കെയാണ് പടം തുടങ്ങുന്നത്. ഒരുപാട് ഹൃദയത്തെ തൊടുന്ന ലൈറ്റ് മൊമെന്റ്സ് ആദ്യ പകുതിയിലുണ്ട്. ഷൺമുഖൻ എന്ന ഒരു സാധാരണക്കാരനാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ. ഷൺമുഖന് ഒരു കറുത്ത അംബാസഡർ കാറുണ്ട്. ഈ കാറിനെ തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഷൺമുഖൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ അദ്ദേഹത്തെ ബെൻസ് എന്നാണ് വിളിക്കുന്നത്. ലാലേട്ടൻ്റെയും ശോഭനയുടെയും പഴയ ചിത്രങ്ങൾ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇങ്ങനെ കളിയും ചിരിയും സന്തോഷവുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഷൺമുഖൻ്റെ കൊച്ചു കുടുംബത്തിൻ്റെ കഥ പിന്നീട് നടന്ന ഒരു സംഭവത്തെ തുടർന്ന് വേറെ ലെവലിലേക്ക് തിരിയുന്നു. ഇനിയുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഒന്നു മാത്രമേ പറയാനുള്ളൂ, ആ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു വേഷം, കളികളും ചിരിയും കുസൃതിയുമായി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ലാലേട്ടൻ. മികച്ച അഭിനയ മുഹൂർത്തങ്ങളെ കൊണ്ട് നമ്മുടെ കണ്ണു നിറയ്ക്കുന്ന ലാലേട്ടൻ. ആ പഴയ ലാലേട്ടനെ ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്നവർക്ക് ഷൺമുഖനിലൂടെ തരുൺ മൂർത്തി നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. ശോഭന കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു മികച്ച തിരിച്ചുവരവ്. ലാലേട്ടൻ ശോഭന ജോഡികളെ സ്ക്രീനിൽ കാണാൻ തന്നെ എന്ത് രസമാണ്. വില്ലന്മാരായി അഭിനയിച്ച രണ്ടുപേരും അതിഗംഭീര പ്രകടനമായിരുന്നു. ലാലേട്ടൻ്റെ മക്കളായി അഭിനയിച്ച കുട്ടികൾ മണിയൻ പിള്ളരാജു, സംഗീത് പ്രതാപ്, അർജുൻ അശോകൻ, മറ്റെല്ലാവരുടെയും പ്രകടനങ്ങൾ മികച്ചതായിരുന്നു. എടുത്തു പറയേണ്ട ഒന്ന് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. ഷാജി എൻ കുമാർ അടിപൊളിയായി എടുത്തു വച്ചിട്ടുണ്ട്. ജേക്സ് ബിജോയുടെ സംഗീതം ചിത്രത്തിൻ്റെ മൂഡ് തന്നെ എലിവേറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിഗംഭീരം എന്നേ പറയാനുള്ളൂ. സംഗീതപരമായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും മികച്ചു നിന്നു. ഇനി പറയാനുള്ളത് ഈ സിനിമയുടെ യഥാർത്ഥ ഹീറോ തരുൺ മൂർത്തിയെക്കുറിച്ചാണ്. ഒരു ഫാൻ ബോയ് തൻ്റെ ആരാധനാപാത്രത്തിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കണം. ആ പഴയ മോഹൻലാലിനെ ഡിറ്റോ ടു ഡിറ്റോ നമുക്ക് തിരിച്ചു കിട്ടി. ലാലേട്ടൻ്റെ മറ്റൊരു ഫാൻ ബോയ് ആയ പൃഥ്വിരാജ് എമ്പുരാനിൽ ലാലേട്ടനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. അത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ലാലേട്ടനെ ഒരു വലിയ ക്യാൻവാസിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഇവിടെ തരുൺ മൂർത്തി തിരിച്ചു കൊണ്ടുവന്നത് നമ്മുടെ പഴയതും പുതിയതുമായ തലമുറകൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടനെയാണ്. എല്ലാ മോഹൻലാൽ ഫാൻസും കാത്തിരുന്ന ഡ്രീം ലാലേട്ടനെയാണ് തരുൺ മൂർത്തി തിരിച്ചു കൊണ്ടുവന്നത്. ലാലേട്ടൻ്റെ പെർഫോമൻസ് അതിഗംഭീരമാണ് മോനെ, അതിഗംഭീരം. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ഫാമിലിയോട് കൂടി തിയേറ്ററിൽ പോയി സിനിമ കണ്ട് എൻജോയ് ചെയ്യുക. ദൃശ്യത്തിനൊപ്പം ഇത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് വേറെ, ഇത് വേറെ ലെവൽ. അപ്പോ ഇനിയും പുതിയ ഒരു സിനിമാ വിശേഷവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരാം. ദിസ് ഈസ് വേദിക് നിമൽ സൈനിങ് ഓഫ്. ബൈ.